നമസ്കാരം. വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം ഇന്ന് പുതിയ ഒരു എക്സൈറ്റ്മെന്റ് ആയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ന് ഇന്ത്യയിലെ തന്നെ ടെക്സ്റ്റൈൽസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന തിരുപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് നെറ്റ് സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന തിരുപ്പൂർ. ഇവിടെ ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ബിൽഡിംഗ് 3 നിലയിലായിട്ട് വിശാലമായിട്ട് നിൽക്കുന്ന ഈ ഒരു ബിൽഡിംഗ് ഇന്ന് fijicart.comന്റെ സ്വന്തമാണ്. കഴിഞ്ഞ ദിവസം ടേക്ക് ഓവർ ചെയ്തിരിക്കുന്ന, പർച്ചേസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഒരു ടെക്സ്റ്റൈൽസ് ഗാർമെന്റ്സ് ഫാക്ടറിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മേഖലകളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന, ബിസിനസ് മേഖല വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് fijicart.com. എല്ലാവർക്കും അറിയാം. ഓൾറെഡി നമുക്ക് തൃശ്ശൂർ ഒരു ഫാബ്രിക് ഫാക്ടറി ഉണ്ട്. രണ്ടാമത്തെ ഒരു ഫാബ്രിക് ഫാക്ടറിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ തിരുപ്പൂരിലെ ഈ ഫാക്ടറി. ഇത് റീനോവേഷൻ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉള്ളിലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഈ ഒരു ഫാക്ടറി എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. റിനോവേഷന് ശേഷം ഏകദേശം 60 ദിവസങ്ങൾക്ക് ശേഷം ഒരു ഇനാഗുറേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർത്തും നമുക്ക് അഭിമാനിക്കാൻ മാത്രം ഉണ്ട്. നമുക്ക് ഈ ഒരു ഫാക്ടറിയുടെ ഉൾവശങ്ങളിലേക്കും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്കും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പ്ലീസ്. ഇതാണ് നമ്മുടെ എൻട്രൻസ്. അതിന്റെ പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. ദെൻ നമ്മുടെ എൻട്രി, നമ്മുടെ ഫാക്ടറിയിലേക്കുള്ള എൻട്രൻസ് ആണ്. അതേപോലെ തന്നെ ഇത് ഇന്നും അത് ഔട്ടുകല്ലായിട്ടാണ്. അതിന്റെ അപ്സ്റ്റെയറിലേക്കുള്ള 3 നിലകളിലേക്കും പോകാനുള്ള പാസേജ് ആണ് അവിടെ ഇരിക്കുന്നത്. അത് വിശാലമായിട്ട് ഇതിന്റെ സെറ്റിംഗ്സ്, ഇതിന്റെ സൈഡിലെ അങ്ങൻഡ് വരെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഏകദേശം ഇതിന്റെ ലെങ്ത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അങ്ങൻഡില് നമ്മുടെ റീഫ്രഷ്മെന്റിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റാഫുകൾക്കുള്ള റീഫ്രഷ്മെന്റ് സൗകര്യങ്ങളൊക്കെ അങ്ങനെയുണ്ട്. വളരെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു ഫാക്ടറി തന്നെയാണ് ഇവിടെ ഈ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, റിനോവേഷന്റെ കാര്യങ്ങളാണ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരു സെറ്റിംഗ്സ് എല്ലാം നമ്മളൊന്ന് റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്കത് കാണാം. ഇവിടെ കാണുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, വിശാലമായുള്ള ഒരു ഹോളാണ്. ഇവിടെ ഫാബ്രിക്സ്, വ്യത്യസ്ത ഫാബ്രിക്സ് ബണ്ടിൽസ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾക്ക് നമ്മുടെ ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട്, അതായത് ടീഷർട്ടും ഷർട്ടുകളും അതല്ലെങ്കിൽ മറ്റ് ബനിയൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിട്ട് നാളുകളിൽ നമ്മൾ പലരും ഉപയോഗിക്കാൻ ഉള്ള ഐറ്റംസ് ആണ് ഈ ബണ്ടിലുകളിൽ നമ്മൾ കാണുന്നത്. then ഇവിടെയൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഇരിപ്പിടങ്ങളും അതേപോലെ തന്നെ ഇൻസ്പെക്ഷൻ റൂം, കൗൺസിൽ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇതൊക്കെ ഒന്ന് റിനോവേറ്റ് ചെയ്തിട്ട് വളരെ മറ്റൊരു ലെവലിലേക്ക് എന്തായാലും വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഫസ്റ്റ് ടൈം ഇവിടെ നമുക്ക് വെയിങ് മെഷീൻ ആണുള്ളത്. വെയിങ് മെഷീനിൽ വരുന്ന എല്ലാ ഐറ്റംസും എന്ത് ചെയ്യുന്നുണ്ടാവും, ഇവിടെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് എല്ലാ ചെക്കിങ്ങും അതിന്റെ വെയിങ് കാര്യങ്ങളൊക്കെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് മറ്റു പ്രോസസ്സിലേക്ക് പോകുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഓരോ വ്യത്യസ്ത ഐറ്റംസ് ആയിട്ട് ബണ്ടിൽസ് എന്ത് ചെയ്തിരിക്കുകയാണ്, മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിൽ ഓരോന്നിനും ഓരോ വ്യത്യസ്തമായുള്ള ഐറ്റത്തിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഓരോ ഫാഷനായിട്ട് ഇപ്പം റിനോവേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ഒന്നുകൂടെ അഡ്ജസ്റ്റ്മെന്റിലാണ്. പക്ഷെ ഇവിടെ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഫ്ലോറെല്ലാം അങ്ങ് പൊടി പിടിച്ച് കിടക്കും. ഞാനെന്താ പൊടിയെന്ന്, അപ്പൊ പറഞ്ഞ ഇത് പൊടി പിടിച്ചതല്ല, കട്ടിങ്ങിന്റെ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന വേസ്റ്റുകൾ ഐറ്റംസ് ആണ്. അത് ഓരോ ടൈമിനും ക്ലീൻ ചെയ്തിട്ടാണ് അടുത്തതിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വലിയ ഒരു ടേബിൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇപ്പൊ ഒരു ക്ലോത്ത് ഇവിടെ സെറ്റ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ക്ലോത്ത് നമുക്ക് അറിയാൻ പറ്റും, സ്റ്റിക്ക് ചെയ്തിട്ട് അളന്നെല്ലാം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയ ഒരു ബണ്ടിലാണ്. അപ്പൊ അതിൽ നിന്ന് അവര് കറക്റ്റ് അതിനെ അളന്ന് ഒരു സെറ്റ് ചെയ്തതിന് ശേഷം മൊത്തം അതെന്ത് ചെയ്യാണ്, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായുള്ള മെഷീൻ ഐറ്റംസ് ഒക്കെ നമുക്ക് അവിടങ്ങളിലായിട്ട് കാണാൻ പറ്റും. ഇവിടെ 2 റോ ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കട്ടിംഗ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഓരോ മെഷീൻ ഐറ്റംസ്, ഇതിന്റെ താഴെ ബോട്ടം അതൊക്കെ ഓരോ മെഷീൻസ് ഐറ്റംസ് ഉണ്ട്. ഇത് കട്ട് ചെയ്തതിന്റെ ഓരോ പാർട്സ് ഐറ്റംസ് ആണ്. ഓരോ വ്യത്യസ്തമായുള്ള ഐറ്റംസ്. ഇത് അതിന്റെ ഒരു മറ്റൊരു മെഷീനറിയാണ്.
ഇത് കട്ട് ചെയ്ത് അതിന് വേണ്ടി അടുത്ത ഒരു സെക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോറ് മൊത്തത്തിൽ കട്ടിങ്, അതായത് ഫസ്റ്റ് വരുന്ന ഗാർമെന്റ്സ് അത് കട്ട് ചെയ്യുകയും അത് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആക്കിയിട്ട് എന്ത് ചെയ്യാണ്, അടുത്ത സ്റ്റിച്ചിങ് യൂണിറ്റിലേക്ക് എന്ത് ചെയ്യാണ്, ഇത് മാറ്റുകയാണ് ചെയ്യാം. അപ്പൊ ഇവിടെ അതിൽ കറക്റ്റ് എക്സ്പേർട്ട് ആയുള്ള വ്യക്തികളാണ് ഉണ്ടാവുക. അതിന് വൈഡ് ഏരിയ വേണം, കാരണം വലിയ ബണ്ടിൽസ് അങ്ങനെ തന്നെ നിവർത്തിയിട്ടാണ് ഈ കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ഒരു ഏരിയയുടെ വളരെ ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ നമുക്ക് ജസ്റ്റ് അടുത്ത സ്റ്റിച്ചിങ് യൂണിറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്തൊരു ലെവലിലേക്ക് നോക്കാം. അത് തൊട്ട് മുകളിലാണ്, അപ്സ്റ്റെയറിലാണ്. ഇത് ഓരോ കാര്യങ്ങളും വളരെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഒരു ക്ലോത്ത് വരുന്ന സമയത്ത്, മീൻസ് ഒരു ഗാർമെന്റ് റോള് വരുന്ന സമയത്ത് അത് പ്രൊഡക്റ്റ് ആയിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും, ഇവിടുന്ന് ഇതുവഴി പുറമേക്ക് ഇറങ്ങി പോവാണ് ചെയ്യുന്നത്. അപ്പൊ ഇതില് ഇവിടെ സ്റ്റിച്ചിങ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ സ്റ്റിച്ചിങ്ങിന്റെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് നോക്കുന്ന സമയത്ത് ഇത് കുറെ ചെറിയ മെഷീനായിട്ടൊക്കെ ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീൻ എല്ലാം വ്യത്യസ്തമായുള്ള മെഷീനാണ്. അതായത് കൂടുതൽ കോൺഫിഗറേഷൻ ഉള്ള, മീൻസ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇതിന്റെ സെറ്റിങ്സ്. ഇപ്പം കുറച്ച് കാര്യങ്ങൾ എമർജൻസി കുറച്ച് കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാസ്ക് ആണോ അല്ലേ? മാസ്ക് ആണോ? ഓക്കെ, ഗുഡ്, കണ്ടിന്യൂ ചെയ്തു. മാസ്ക് ഐറ്റം ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഓരോ മെഷീനും അത് അതിന്റെ പ്രവർത്തനങ്ങൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ആണ്. ആ മെഷീൻസ് എല്ലാം തന്നെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഇത് വ്യത്യസ്തമായുള്ളതാണ്, ഒരേ ഐറ്റംസ് അല്ല. അപ്പൊ ഇതിന്റെ ഒക്കെ ഫങ്ഷൻസ് വ്യത്യസ്തമാണ്. അതൊരു ഏരിയ, ഇത് റോ പോയതിനു ശേഷം അത് ആ ഒരു സൈഡിലും ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഒരുപാട് സ്റ്റാഫുകൾ, ഇന്ന് ഞാൻ പറഞ്ഞല്ലോ റിനോവേഷനുമായി ബന്ധപ്പെട്ട് സ്റ്റാഫുകൾ ഇന്നില്ല. അപ്പം ഇതൊക്കെ ഓരോ ഘട്ടമായിട്ട്, അതായത് ഒരു ക്ലോത്ത് വന്നു കഴിഞ്ഞാൽ അതിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പോകുന്നത്. അപ്പം ക്ലോത്ത് താഴെ നിന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓരോ ലെവൽ സ്റ്റിച്ചിങ്, അതായത് എന്തോന്നു ഷോൾഡർ, കോളറ, ഇങ്ങനത്തെ ഓരോ ടീഷർട്ട് ഐറ്റംസ് ഒക്കെ കൂടുതലും പോകുന്നതെന്ന് തോന്നുന്നു. യെസ്, ഈ കോളറ സെറ്റിങ്സ്, കാരണം നമ്മൾ ഷർട്ട് ഇടുന്നുണ്ട് അല്ലെ, ഇത് മാത്രമേ നമ്മൾക്ക് അറിയുള്ളൂ. ഷർട്ട് ഇടുന്നുണ്ട്, വാങ്ങും, ഉപയോഗിക്കും, അത് ഒന്ന് മങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയും, ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഒരുപാട് ലെവൽ ഓഫ് പ്രോസസ്സിങ്, ഒരുപാട് പേരുടെ കൈകളിലൂടെയാണ് ഇതിന്റെ പ്രോസസ്സിങ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അപ്പൊ അതിൽ ഓരോ ലെവലും കോളർ അങ്ങനത്തെ, അതേപോലെ തന്നെ ഈ ഏരിയ അല്ലെ, സ്റ്റിച്ച് ബട്ടൺസ്, ബട്ടൺ ഹോള്, അതേപോലെ തന്നെ വരുന്ന എംബ്ലം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് നോക്കുന്നുണ്ട്. ഇത് ഈ രീതിയിൽ തന്നെ മൊത്തം ഈ ഒരു ഏരിയ മൊത്തം എന്ത് ചെയ്യാണ്, സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടാണ്. ഏകദേശം 4ഓളം റോയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മാസ്കിന്റെ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഫൈനൽ പ്രോസസ്സിൽ എത്തിയിട്ടില്ല. ഈ മാസ്ക് ഇതിന്റെ ഒരു സ്റ്റേജിലാണ്. ഇപ്പൊ ഇത് എമർജൻസി കുറച്ച് ഐറ്റംസ് ആണ് ഇപ്പൊ ഇവിടുന്ന് ചെയ്യുന്നത്. കാരണം ഇപ്പൊ നമ്മൾ റിനോവേഷന് വേണ്ടിയിട്ട് മറ്റേതെല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇത് നമ്മൾ ചെയ്തതിന് ശേഷം ഇതിനുള്ളിൽ സാമ്പിൾ സെക്ഷൻ ആണ്. ഈ സാമ്പിൾ സെക്ഷനിൽ ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിനോവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മീൻസ് കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇതൊന്നും നമ്മളെ സെറ്റ് അല്ല, ഇതൊക്കെ നമുക്ക് സാമ്പിൾ, നമ്മൾ ചെയ്തു വരുന്നിരിക്കുന്ന ചെയ്ത മോഡലുകൾ എന്തായിരിക്കും നമ്മൾ ഈ ഒരു സാമ്പിൾ സെക്ഷനിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് പാർട്ടിയെല്ലാം വരുന്ന സമയത്ത് ഈ ഒരു സാമ്പിൾ സെക്ഷനിലേക്ക് കൊണ്ടുപോയി ഡിസ്പ്ലേ ചെയ്യാറുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ് ഏരിയ. അതായത് ഒരു സൈഡിൽ നിന്ന് അങ്ങ് പോയി, മീൻസ് ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങ് പോയി കറങ്ങി തിരിച്ചു വരുമ്പോഴേക്ക് ഇത് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറുവാണ്. അതായത് ഒരു ടീഷർട്ട് ആയിട്ടോ, അതല്ലെങ്കിൽ ഷർട്ട് ആയിട്ടോ, അതല്ലെങ്കിൽ ബനിയനായിട്ടോ, അതല്ലെങ്കിൽ ഇന്നർവെയർ ആയിട്ടോ തിരിച്ചെത്തുവാണ്. ഇനി അടുത്തൊരു പ്രോസസ്സിങ് മൂന്നാമത് വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതെന്ത് ചെയ്യുന്നു, പാക്കിംഗ്, ചെക്കിംഗ് ആൻഡ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ മറ്റു മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അപ്പൊ ആ ഒരു സെഷൻ ഇതിന്റെ അടുത്തൊരു ഫ്ലോറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ചില എക്സൈറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഐറ്റംസ് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ചില ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. റീനോവേഷനൊക്കെ ബന്ധപ്പെട്ടിട്ട് ആകെ ഡിസോർഡർ ആണ്. ഇതാണ് നമ്മുടെ ചെക്കിംഗ് ആൻഡ് പാക്കിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്.
ഇവിടെ ചെക്ക് ചെയ്യും. ഫസ്റ്റ് തന്നെ അത് ചില മെഷീനറി ഒക്കെ കാണുന്നുണ്ട്. നമ്മുടെ ക്ലോത്ത് വരുന്ന ക്ലോത്തിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും കളേഴ്സ്, ഓയിൽ, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും, വളരെ ശാസ്ത്രീയപരമായിട്ട് എന്ത് ചെയ്യും, ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ സ്റ്റീം അയൺ അല്ലേ, സ്റ്റീം അയൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റോ തന്നെ സ്റ്റീം അയൺ ആണ്. ഇത് കുറച്ച് വെയിറ്റ് ഉള്ള ഐറ്റമാണ്. സ്റ്റീമും കാര്യങ്ങളൊക്കെ ഒന്നിട്ട് ചെയ്യുന്നതാണ്. ബൾക്കായിട്ട് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങ് പോകുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് കാണാം. ഇവിടെ സ്റ്റീം അയൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മാസ്കിന്റെ പ്രോസസ്സിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എമർജൻസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം ഇപ്പോൾ ഇവിടെ ഒന്നും നടക്കുന്നില്ല. പിന്നെ അതേപോലെ ഇതാണ് നമ്മുടെ ചെക്കിംഗ് ഏരിയ. അപ്പൊ നമുക്ക് യെസ്, ഇത് നേരത്തെ ഇത് നമ്മൾ ചെയ്ത ഐറ്റംസ് ആണ്. ജസ്റ്റ് പൊട്ടിച്ച് നോക്കാം അല്ലേ. ഓക്കെ, പോപ്പീസിന്റെ ഐറ്റംസ് ആണ്. ഓക്കെ, യെസ്, ഇത് പോപ്പീസിന്റെ ഐറ്റംസ് ഇവിടെ ചെയ്താണ്. നേരത്തെ ഇവിടെ ചെയ്ത ഐറ്റംസ് ആണ്. പോപ്പീസിന്റെ ഐറ്റംസ് ഇവിടെ നേരത്തെ ചെയ്തതാണ്. അപ്പൊ ഇങ്ങനത്തെ ഐറ്റംസ് ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ താഴെ നമ്മൾ കണ്ട ആ ഒരു ബണ്ടിൽ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇവിടെ നിന്ന് ഇത് കയറ്റി പോകുന്ന ഈ രീതിയിലാണ്. ഇത്രയും കറക്റ്റ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ചെക്കിംഗ് യൂണിറ്റ് എല്ലാം ഉണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ചെക്കിംഗ് യൂണിറ്റിൽ ഇവിടെ നിന്നെല്ലാം ഇതിന്റെ പാക്കിങ്ങും അതിന്റെ കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ടീഷർട്ട് ഐറ്റംസ് നമ്മളെ ഫിജിക്ക.comന്റെ തന്നെയാണ്. നിയറസ്റ്റൈസ് ചെയ്തതാണ്. ഫിജിക്ക.com പാക്ക് ചെയ്ത് വന്നതാണ്. ഇവിടെയാണ് ഇതിന്റെ ചെക്കിംഗ് ഏരിയ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ പ്രൊഡക്റ്റും പോകുന്ന സമയത്ത് അത് ചെക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഇത്രയും വൈഡ് ഏരിയ ഇത് ചെക്കിങ്ങിന് വേണ്ടി മാത്രമാണ്. ഇതൊന്നല്ല, നിങ്ങൾക്ക് ഒരു റോ തന്നെ കാണാം. നമ്മൾ ചെക്കിങ്ങിന് വേണ്ടി 2 റോയിൽ എന്ത് ചെയ്യും, ഓരോ പ്രൊഡക്റ്റും ചെക്ക് ചെയ്തിട്ട് അതിന്റെ ക്വാളിറ്റി അഷ്യൂർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് പുറമേക്ക് ഇത് പോകുന്നത്. വിശാലമായി തന്നെയാണ് ഇതിന്റെ ചെക്കിങ്. ഇതിനൊക്കെ സ്റ്റാഫ് അതേപോലെ തന്നെ അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്ത് ഫൈനൽ ചെയ്ത പ്രൊഡക്റ്റ് ആ ക്വാളിറ്റി അഷ്യൂർ ചെയ്തിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് പുറമേക്ക് ഇത് പോകുന്നത്. എനിവേ ഇത്രയാണ്. ഇതിന് ശേഷം നമുക്കൊരു ഡിസ്പ്ലേ ഒരു റൂം കൂടെ ഉണ്ട്. കോൺഫറൻസ് ഹാൾ ഉണ്ട്. ജസ്റ്റ് അതും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് കാണാം. ഇതാണ് ഇത് നമ്മുടെ ലാസ്റ്റ് ഈ ഒരു പാക്കിംഗ് ആൻഡ് ചെക്കിംഗ് യൂണിറ്റ്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നത്, അത് ബണ്ടിലുകളിലായിട്ട് പുറമേക്ക് പോകുന്നത്. ഇനി നമുക്ക് ഇവിടെ ഇന്ന് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അനീഷ് സാറും അതേപോലെ തന്നെ നമ്മുടെ പ്രജീഷ് സാറും എന്റെ കൂടെയുണ്ട്. അവരെയും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. നമുക്കൊരു കോൺഫറൻസ് ഹാൾ ഉണ്ട്. അതായത് നമുക്കൊരു പാർട്ടിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ സംസാരിക്കാനുള്ള നമ്മുടെ ഡിസ്പ്ലേ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കോൺഫറൻസ് ഹാൾ ഉണ്ട്. അവിടെ അനീസ് സാർ ഉണ്ട്. നമുക്ക് അനീസ് സാറേയും ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം. അനീസ് സാർ തിരക്കിലാണ്. എന്നാലും നമുക്ക് വേണ്ടിയിട്ട് ഒരു 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ അനീസ് സാറിനെ ഇൻവൈറ്റ് ചെയ്യണം. പ്ലീസ് അനീസ് സാർ. നമസ്കാരം. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇതുപോലെ എനിക്ക് വന്ന് ബഷീർ ഏകദേശം ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് ശരിക്കും ഫിജിക്കാരനെ സംബന്ധിച്ചോളം നമ്മളെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ തുടങ്ങുന്നതിന്റെ ഭാഗമായി നമ്മുടെ എനിക്ക് 2ാമത്തെ ഗാർമെന്റ്സ് ഫാക്ടറിയാണ് തിരുപ്പൂര്. ശരിക്കും ഇത് തിരുപ്പൂര് ടൗണിന്റെ സെന്റർ തന്നെയാണ്. ശരിക്കും ഇത് ഒരു 25,000-ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന സ്ഥലമാണ്. 25,000-ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഫാക്ടറിയാണിത്. ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ ഇഷ്ടം അനേകം സബ് യൂണിറ്റുകളുണ്ട്. സബ് യൂണിറ്റിൽ നിന്ന് വരുന്ന സാധനം പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്ത് ക്വാളിറ്റി വെരിഫൈ ചെയ്തിട്ട് നമ്മളുടെ ഇന്ത്യയിലുള്ള എല്ലാ ലോജിസ്റ്റിക് സെന്ററിലേക്കും ഗോഡൌണിലേക്കും ഒക്കെ അയക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ ഇതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ക്വാളിറ്റി കൺട്രോൾ ലാബ്സ് ഉണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ. ഇന്ന് ഇന്ത്യയിൽ കാണുന്ന ഒരു ടെക്നോളജി പരമായും ടെക്നിക്കലായിട്ട് ഏറ്റവും സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു റിനോവേഷൻ വർക്കുകളാണ് ഇവിടെ ഓൾറെഡി നമ്മൾ ടേക്ക് ഓവർ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ പാരലായിട്ട് റിനോവൽ പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു 60 ദിവസം കൊണ്ട് റിനോവേഷൻ കഴിഞ്ഞ് ഇനാഗ്രേഷൻ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡയറക്ടേഴ്സ്, CEO ജോളി ആന്റണി, അതുപോലെ തന്നെ
ബോബി സാറ് ചെയർമാൻ, എല്ലാവരും ഈ ഒരു ഇനാഗ്രേഷൻ ടൈമിൽ ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ടുള്ള നമ്മുടെ കുറേ പ്രോഡക്റ്റ് ഡിസൈനിങ്, അതുപോലെയുള്ള കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെയാണ്, ചെറിയ ചെറിയ പണികളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇന്ത്യയിലുള്ള ഏറ്റവും ഏതൊരു ബ്രാൻഡഡ് കമ്പനിയോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഗുണനിലവാരത്തിലുള്ള പ്രൊഡക്ഷൻ യൂണിറ്റുകളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അനേകം പ്രോഡക്റ്റുകൾ പുതിയതായിട്ട് ടെക്സ്റ്റൈലിൽ തന്നെ ഇന്ന് നമുക്ക് ഏകദേശം 25 to 30% ഓഫ് സെയിൽ നമുക്ക് ടെക്സ്റ്റൈലിൽ നിന്നാണ് വരുന്നത്. എനിക്ക് തോന്നുന്നൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും ഇങ്ങനെ ഒരു ചേഞ്ചസ് ടെക്സ്റ്റൈൽ പ്രോഡക്റ്റ് വിറ്റിട്ട് ജോയിനിങ് നടത്തുന്നത് ഒരുപക്ഷെ ആദ്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ മേഖലകളിൽ കൂടുതലും കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അത്ര അനേകം വെറൈറ്റി ഓഫ് പ്രോഡക്റ്റുകൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഈ യൂണിറ്റിൽ നിന്ന് തന്നെയാണ് ഏകദേശം ഇന്ന് കേരളത്തിലും അതുപോലെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന അനേകം കമ്പനികൾക്ക് വേണ്ടി ഈ യൂണിറ്റ് ഇന്ന് പ്രൊഡക്ഷൻ എടുത്ത് പോകാറുണ്ട്. അതുപോലെ തന്നെ എക്സ്പോർട്ടിങ്, എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഫ്ലോർ മുഴുവൻ എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയാണ് ശരിക്കും മാറ്റി ഇട്ടിട്ടുള്ളത്. അപ്പോൾ പുറത്തേക്കും അനേകം ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഈ ഒരു ഫാക്ടറി ലൈവ് ആകുന്നതോടുകൂടി ഫിജി കാർഡിനെ സംബന്ധിച്ചോളം വളരെ ഒരു ചേഞ്ച് ആയിരിക്കും വരാൻ പോകുന്നത്. ഇനി മുന്നോട്ടുള്ള മാർക്കറ്റിംഗിലും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ബേസിലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിലും നമ്പർ 1 തന്നെ ടെക്സ്റ്റൈൽ ഫീൽഡിൽ ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇനിയുള്ള ഡെവലപ്മെന്റ്സ് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ കാണാം. താങ്ക് യു അനീസ് സാർ. നമ്മുടെ പ്രജി സാർ രണ്ടുപേർക്ക് സംസാരിക്കാൻ പ്ലീസ്. താങ്ക് യു. അല്ല, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മളെല്ലാ പ്രോഗ്രാമിലും പറയുന്നത് പോലെ, അല്ലെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ, ഒരു 3 വർഷം കൊണ്ട് ഇത്രയും വലിയ വളർച്ചാ നിരക്ക് കൈവരിച്ചിട്ടുള്ള കമ്പനികൾ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇന്ന് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം നമ്മുടെ കമ്പനി പർച്ചേസ് ചെയ്തിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ വസ്ത്ര വ്യവസായ മേഖലയിലെ ഹബ്ബാണ് അല്ലെ തിരുപ്പൂരെന്ന് തോന്നുന്നു. അതെ, തിരുപ്പൂര്. അപ്പം അവിടെ തന്നെ, അവിടെ സെൻട്രൽ, ആ തിരുപ്പൂരിന്റെ സെൻട്രലാണ് ഏകദേശം 25,000 സ്ക്വയർ ഫീറ്റ് 3 നില ബിൽഡിംഗ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നതാണ്. കാരണം ഈ ഒരു യൂണിറ്റ് ഒരു ഫുൾഫില്ല്, അതിന്റെ റിനോവേഷൻ കഴിഞ്ഞ് നമ്മുടെ ചെയർമാനും അതേപോലെ തന്നെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഇവരെല്ലാവരും, നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒരു ഇനാഗ്രേഷനും നടത്തി നമ്മളെ ഫുൾ പ്രൊഡക്ഷൻ ഇവിടെ നടക്കുന്നതോട് കൂടിയിട്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഈ ഒരു വസ്ത്രം വ്യാപാരം നടത്തുന്ന ഏറ്റവും വലിയൊരു കമ്പനിയായിട്ട് ഫിജികാർഡ്.com മാറും. അങ്ങനെ മാറുന്ന സമയത്ത് അതൊക്കെ നമ്മുടെയും കൂടി ഫ്യൂച്ചറാണ് എന്ന ഒരു, എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ളൊരു അഭിമാനം നമുക്കുണ്ട്. എല്ലാ ആളുകൾക്കും ഒന്നിച്ചു വളരാനുള്ള ഒരു അവസരമുണ്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. താങ്ക് യു പ്രജി സാർ. വളരെ സന്തോഷമുണ്ട്. ഇന്ന് കേൾക്കേണ്ട വ്യക്തിയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ കേട്ടു. കാരണം അനീസ് സാറ് എന്താണ് ഇതിന്റെ വിഷനും, എന്തൊക്കെയാണ് ഇവിടെ നിന്നും പുറമേക്ക് വരാൻ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം വ്യക്തമാക്കി. പിന്നെ അതേപോലെ തന്നെ ഇനി ഈ ഒരു 60 ദിവസം നമുക്ക് കാത്തിരുന്ന് കാണാം. വരുന്ന സമയങ്ങളിൽ, ഇനി വരുന്ന കാലം, നേരത്തെ അനീസ് സാറ് പറഞ്ഞ പോലെ ഒരുപാട് കമ്പനികൾക്ക് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പം ആ ഒരു ലെവലിൽ അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇവിടെ നിന്നും വരാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഫിജികാർഡ്.com-നും നമുക്കും എല്ലാവർക്കും വലിയൊരു മുതൽക്കൂട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ഒരു ഇനാഗുറേഷൻ നമ്മൾ കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.